പല സഭകളിലും കുഞ്ഞുങ്ങൾക്കില്ല, കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളില്ല, ഉള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആളില്ല. വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ അനേക നാളുകളായിട്ട് നമ്മുടെ സഭയിൽ സൺഡേ സ്കൂൾ എന്ന ശുശ്രൂഷ അനുഗ്രഹമായിട്ട് നടത്താൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കുന്നതാണ്. പ്രത്യേകമായി വാർഷികം വരുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നതാണ്. പ്രത്യേകം കഴിഞ്ഞ ഒരു വർഷക്കാലവും സമ്മർ സ്കൂൾ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും ദൈവം സഹായിച്ചു. അതോടൊപ്പം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഈ മീറ്റിംഗിലേക്ക് നമ്മുടെ അധ്യക്ഷനായിട്ട് ഉള്ള സാമസനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ മീറ്റിംഗിന് അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് ജിജോസി ജോൺ അങ്കിളാണ്. അങ്കിളിനെയും ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും അവരുടെ മാതാപിതാക്കളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഭയിലെ എല്ലാ സഹോദരന്മാരെയും പ്രത്യേകമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ദൈവനാമവുമായിട്ട് കൊണ്ടുപോകുന്നത്. പാഠമാണ് സങ്കീർത്തനം 8. ഞങ്ങളുടെ കർത്താവായ യഹോവ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്ന് തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയെയും വിട്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നതിന്റെ വായിൽ നിന്ന് വെള്ളം നിർമ്മിച്ചിരിക്കുന്നു. നിന്റെ വീടുകളുടെ പണിയായ ആകാശജീവി നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഭക്തനെ നീ ഓർക്കേണ്ടേന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടേന് അവൻ എന്ത് മാത്രം. നീ അവന്റെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ് ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠ
12 tribes of Israel. The 12 tribes of Israel were named after the names of Jacob's 10 sons, except for Joseph and Levi. Joseph's 2 sons, Ephraim and Manasseh, were named as the remaining 2 tribes. First, Reuben. In Hebrew, Reuben means before the sun. The symbolic representation of this tribe is a rising sun. These tribes were settled in the east of Jordan River. Second, Simeon. In Hebrew, the name Simeon means to be heard. The symbol of this tribe are a gate and a sword. The tribe of Simeon had a legacy for protectiveness and settled into the territories of Judah. Third, Judah. Tribe Judah was known as the tribes of kings, including King David, King Solomon, Mary, and Jesus. In Hebrew, Judah means praise and is symbolized as a lion, which represents strength, leadership, and royal dignity. Fourth, Dan. The name translates to God by judge. This tribe was known for the judges and laws. The symbol is the scale of justice. They were located near the Mediterranean coast. Fifth, Naphtali. Naphtali means I have prevailed. The tribe of Naphtali is symbolized by gazelle running. They occupied the northern part of Israel, which was suited for agriculture and trade. Sixth, Gad. The name Gad means warrior. In Hebrew, it is symbolized by military tent to protect the borders of Israel. They were settling in a territory east of Jordan River. Seventh, Asher. Asher means happy and blessed. An olive tree is a symbol for this tribe of Asher. Assigned by Joshua to territory near the Galilee, known for its fertile land and olive trees, which is a sign of peace and prosperity. 8. Issachar. The symbol of this tribe was a donkey. These tribes had understood the times and knew what Israel should do. This tribe was localized in the Israel Valley. 9. Zebulun. Zebulun is derived from the word Zabul in Hebrew, which means to dwell. The symbol of this tribe is a ship. The area allocated for close to the Mediterranean coast to facilitate sea faring and trade. 10. Manasseh and Ephraim. The name Manasseh, Joseph's first son, means one who forgets. The name Ephraim is fruitful, fertile, and productive. Manasseh was given both sides of Jordan River. They played a major role in settlement and defense of these regions. Ephraim was in the central location, positioned as a leader among his tribes, such as Joshua. 12. Benjamin. This is the smallest tribe, but Benjamin's warriors were renowned for their skill and courage in battle. A ravenous wolf is the symbol of their tribe of Benjamin. King Saul, the first king of Israel, was from this tribe. Levi, known as God's chosen tribe, is often not listed among the 12 tribes of Israel. In Hebrew, Levi means attached or joined. Their responsibility were towards spiritual life of Israel. They were in charge of the tabernacle and later the temple of Jerusalem.
സൂത്രത്തിൽ കൂടി സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകവരെ ഇല്ലേ ഇല്ല. എന്നാൽ സൂത്രത്തിൽ കൂടി സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഒരു കഥ പറയാം. പണ്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നെ. കൊട്ടാരം പോലുള്ള വീടും ഹൗസ് മേറ്റ്സും ഗാർഡനും എല്ലാം സുഖസൗകര്യങ്ങളുള്ള ഒരു ഇതായിരുന്നു. എന്നാൽ അയാളുടെ കൊട്ടാരം പോലുള്ള വീടിന് മുന്നിൽ മേലൊക്കെ പൊട്ടി ഒഴുകി വ്രണം പിടിച്ച് പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അയാളുടെ പേര് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ലാസർ. പതിവുപോലെ നിലപ്രകമായി തന്നെ മനുഷ്യൻ തൊട്ടിൽ വന്നു. എന്തോ പോലെയാണ് നാട്ടം. അയാൾ പതിയെ ഇൻസ്പെക്ടർ പുറത്തേക്ക്. ആഹാ, നീയായിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വന്നിട്ട്? അന്ന് ദൂരം മാറിയെടുത്ത് ഇത്ര നല്ല ബംഗ്ലാവ് പോലുള്ള വീട് ഞാൻ ഉണ്ടാക്കിയിട്ട് നിന്നെ പോലുള്ള പിഴക്കാർക്ക് വേറെ കിടക്കാനല്ല. ശരീരം മുഴുവൻ പൊട്ടി അതിന്റെ നാളെ നമുക്ക് ആദ്യം ജോലി കൊടുക്കാനാ. ധനവാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എച്ചിൽ തിന്ന ദൈവത്തെ സ്തുതിച്ച് ലാസറിലേക്ക് വന്നു. പലപ്പോഴും നായ്ക്കളായതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ലാസർ പഠിച്ചു. ദൂതന്മാർ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ അബ്രാമിന്റെ മടിയിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. സ്വന്തക്കാരും ചാറ്റക്കാരും ഇല്ലാതിരുന്നാൽ അവന്റെ ശരീരം ഓപ്പറേഷൻകാർ എടുത്തുകൊണ്ട് എവിടെയോ കുഴിച്ചിട്ടു. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. അതാ കേൾക്കുന്നു, സ്വർഗയാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന് കാത്തിരുന്നു തോന്നുന്നു. തുടങ്ങിയ വിരടുള്ള കാലം അവിടെ മുഴുകിയെത്താൻ തുടങ്ങി. ഗായ സമയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സോദര സമാജം ആശ്വാസകാലവും പ്രത്യാശകാലങ്ങളും മാറി മാറി പാടി കുടുംബത്തെ ആശുകൊണ്ടേയിരുന്നു. ശുശ്രൂഷ നിയന്ത്രിക്കാൻ ദേവദാസന്റെ പ്രസ്താവനയോടുകൂടെ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ബാക്കി ശുശ്രൂഷയ്ക്കായി ശരീരം മൊബൈൽ മോട്ടറിലേക്ക് മാറ്റി. ഭവനാകൃതി ക്രമീകരിച്ചിരുന്ന മണിപ്പന്തലിലേക്ക് വെച്ചു. അധ്യക്ഷന്റെ പാട്ടനോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. അനുഷ്ഠാനം എന്ന കലാപരിപാടിക്കായി അധ്യക്ഷൻ ക്രമമായി പേര് വിളിച്ചു. അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മിനിറ്റിൽ ഒതുങ്ങേണ്ട അനുശോചനം മൈക്കിന്റെ കയ്യുടെ മുൻപിൽ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളായി പരിണമിച്ചു. ഇലക്ഷൻ എടുത്ത സമയമായതിനാൽ രാഷ്ട്രീയ നേതാക്കൾ പലരും കണ്ടോളൻസുകളുമായി മേളം പൊഴിപ്പിച്ചു. സ്ത്രീകളുടെ സമാഹാരം കാണാൻ പാവപ്പെട്ട അമ്മമാരും ആമുഖം ഒന്ന് കാണാൻ വളരെ പണിപ്പെട്ടു. കലിയുള്ളി നിൽക്കുന്ന കാലാവസ്ഥ കണ്ടപ്പോൾ രണ്ടു കൽപ്പിച്ച് ശുശ്രൂഷകൾ നിർത്താൻ നിർബന്ധിതനായി. ഒടുവിൽ വലിയ ജനാവലിയുടെ അകമ്പടിയോടെ വന്നപ്പെട്ടി പള്ളിയിൽ കൊണ്ടുപോയി മാവിൽ കളരെ അടക്കം ചെയ്തു. കൂട്ടുകാരെ, ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. ലാസർ മറിച്ച് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ ധനവാൻ എവിടേക്ക് പോകാൻ അറിയില്ല. യാതന സ്ഥലത്തേക്ക്. അവിടെ കിടന്നാൽ അതിയെ മുകളിലേക്ക് നോക്കി. ഇവനെ ഞാൻ അറിയാമല്ലോ, ഇവനെന്റെ വീട്ടുപടിക്ക് കിടന്നല്ലേ, അവനിരിക്കണം നോക്കിയേ. അബ്രാമിന്റെ മടി. പിതാവായ അബ്രാമെ, എന്റെ കാണാൻ ലാസറാവിടെ ഞാനിവിടെ. തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ല. ഒരു തുള്ളി വെള്ളം അവിടെ കൊടുത്തുടോ. കേട്ട പോലെ അബ്രാം പിതാവ് ഭൂമിയിലെ സർവ്വ തോണിയെ ഏൽപ്പിച്ചു. എന്തെല്ലാം ആണവരെയാണ് തിരിക്കുണ്ടേനെ. പക്ഷെ അവനോ ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞോട്ടെ. ഒരിറ്റു വെള്ളം പോലും കിട്ടാൻ നാം നരയിപ്പിച്ചു. നീ ചെയ്തു കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പൊ പറയണേ? അത് മാത്രമല്ല, നമ്മുടെ ഇടയിൽ വലിയ ഗർത്തമുണ്ട്. അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സാധിക്കില്ല. നീ ആഗ്രഹിക്കുന്ന മോനെ, അത് നടക്കില്ല മോനെ നമ്രാൻ പറഞ്ഞു. അപ്പോണ്ടല്ലോ നമ്മുടെ നനവെന്ന് മാറ്റി പിടിച്ചു. ഇത് എന്റെ അടുത്തേക്ക് വേണ്ട, എന്റെ നാട്ടിലേക്ക് വിടും, എന്റെ വീട്ടിലേക്ക് വിടും. അവിടെയെങ്കിലും സുവിശേഷം കേട്ട് നരകിലോട്ട് വരാതിരിക്കട്ടെ. ഉടനെ അബ്രാം പറഞ്ഞു, പറ്റില്ല മോനെ, അതും പറ്റില്ല. അതൊക്കെ അവിടെ പറഞ്ഞാൽ എത്ര ഉപദേശങ്ങളുള്ളത്. പക്ഷെ അതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ എന്താ, ഒരു രക്ഷയില്ല. പാവം തന്നെ. പ്രിയ കൂട്ടുകാരെ, ഇത് വെറും ഒരു കഥയല്ല, നമുക്കൊക്കെ ഒരു പാഠം പഠിക്കാൻ. ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തന്റെ ജീവിതം നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം? അതിനാൽ നിത്യജീവനോ നിത്യമരണമോ
ഇന്ന് തന്നെ തീരുമാനിച്ചു. താങ്ക് യു. വേദപുസ്തകത്തിലെ സംഭവങ്ങളോട് അനുസരിച്ചിട്ടുള്ള 7 മനുഷ്യ അക്കങ്ങളുടെ സമാധാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവമാണ് നിർമ്മിച്ച ആഴ്ചയിലും 7, മോശയെക്കൂടി ലഭിച്ച പഞ്ചക്രിസ്തുകൾ 5, ഇമ്മാനുവേൽ തൻ കുരിശിലെ അന്ത്യമൊഴികൾ 7, ദാവീദിന്റെ കീശിലെ കല്ലുകൾ 5, ശിംശോൻ തലയിലെ ശക്തി ചെറുമുടികൾ 7, ബെത്സയിദാകുളത്തിലെ മണ്ഡപങ്ങൾ 5, ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ 7, യേശുരാജൻ വാഴ്ത്തി നോക്കി നൽകിയ അപ്പങ്ങളും 5, തൃപ്തരായ ജനങ്ങളും 5000. യേശുരാജൻ വാഴ്ത്തി നോക്കിയ അപ്പങ്ങളും 7, ശേഷം വന്ന വട്ടികളും 7, യേശു നിന്ന് ചോദിച്ച മുറിവുകളും 5, ഏലിയും അതിൽ തകർക്കാൻ ഊതിയ കാഹളങ്ങളും 7, കാത്തിരുന്ന ബുദ്ധിയുള്ള കന്യകമാരും 5, എണ്ണയിലെ ബുദ്ധിഹീനരായാലും 5, സ്വർഗ്ഗപ്പുഴ തന്നിലുള്ള വൻവിളക്കുകൾ 7, യജമാനൻ വ്യാപാരം നൽകിയ താലന്തുകൾ 5, വ്യാപാരം നൽകി കിട്ടിയ താലന്തുകളും 5, മക്കളെ വളർത്തി വിട്ട ഭൂതവും 7, ബാബേൽ രാജാവ് സ്വപ്നം കണ്ട ബിംബം 5, കുഷ്ഠം തീർക്കാൻ നയമാനിക സ്നാനവും 7, ക്രിസ്തുവിനെ വിസ്തരിച്ച കോടതികളും 5. 21 തർക്കമുണ്ടായ ഒരേ ചെയ്യുമ്പോഴും അതുകൊണ്ട് നമുക്ക് ഇത് തർക്കിക്കുന്നതല്ല. ഒരേ സമയം ഒരുവൻ ചിലർ 5 വട്ടം ചൊല്ലിയില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മൾക്ക് ഇനിയും പൊരുതിയില്ല. 7 5 നമ്മൾ കൂടി ചേർന്നാൽ 12. യാക്കോബിൻ മക്കൾ ആളുകൾ 12, യേശു ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും 12, കീർത്തികെട്ട ജെറുസലേം ഗോപുരങ്ങൾ 12, യേശു ശാസ്ത്രിമാരുമായി തർക്കിച്ചപ്പോൾ വയസ്സ് 12, ആടിൽ ആകെയുള്ള മാസങ്ങൾ 12. ഇനി ഞങ്ങൾ ചൊല്ലിയിടുന്നത് ഏകമായി കുറഞ്ഞിടും. ഏകമെന്ന വാക്കിൽ തന്നെ വന്നു നിന്നിടും. ശേഷം ശിഷ്യന്മാരുടെ എണ്ണം 11, കൽപ്പനയുള്ള കൽപ്പനകളിൽ കൽപ്പനകൾ 10, നന്ദിഹീനരായ കുഷ്ഠരോഗികൾ 9, നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടവർ 8, പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട സഭകൾ 7, ക്രിസ്തുരാജൻ വീഞ്ഞുണ്ടാക്കിയ കൽപാത്രങ്ങൾ 6, യേശുവിന്റെ മേലിലെ തിരുമുറിവുകൾ 5, സുവിശേഷ പുസ്തകങ്ങൾ 4, ദൈവത്തിന്റെ ആളത്തങ്ങൾ 3, ഏതെങ്കിലും മനുഷ്യവർഗം 2, സർവ്വലോകം സൃഷ്ടിച്ച സദത്തിന്റെ 1, ഏതെന്ന അക്കത്തിൽ പിന്നെ ഞങ്ങൾ തുടരുന്നു. ക്രിസ്തുവിനെ മണവാട്ടി സഭ 1, സത്യസഭയ്ക്ക് അദ്വൈതയാം രക്ഷകനും 1. ഇനി ഞങ്ങൾ ഒന്നായി സർവ്വസഭയ്ക്ക് ചന്ദ്രയെ ചൊല്ലിയിടുന്നു. ദൈവം നാം വായിക്കപ്പെടുന്നതാണ്.
പ്രശ്നങ്ങളുടെ ഉത്പത്തി അതെല്ലാം എന്ന് അവസാനിക്കുന്നതെന്നും അറിയാവുന്ന ആൾക്കാരുടെ ഏരിയ പുസ്തകം സംഗീത പുസ്തകം പല അർത്ഥവാദങ്ങളും ഒരു പിടിയും കിട്ടിയില്ല. ജോഷിയുടെ അഭിപ്രായം അനുസരിച്ച് ഞാനിലെ നടയെ കാണാൻ പോകുമ്പോൾ അതിൻ്റെ സൗകര്യം ചെയ്യണം. അവിടെ ഇക്കാര്യം ക്ഷമ ലഭിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് നല്ല നിലനിർത്താൻ ഉണ്ടാകുമെന്നാണ് അഭിപ്രായം. എന്നാൽ എക്സ്ട്രാ പോകുന്ന ന്യായപ്രമാണം ലഭിക്കുന്ന ഇതെല്ലാം നന്നായി അറിയുമെന്ന് മതിപ്പണിക്കുകയും എന്നോട് പറഞ്ഞത് എന്തായാലും മത്സരമായിട്ടുള്ള ധാരാളം സഹോദരങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അവരോട് ചോദിക്കാൻ കാലത്ത് പോകുമ്പോഴായിരുന്നു സഹോദരൻ ജിയോവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത്. സൗരവ് നഷ്ടമായിട്ടും ശരീരം മുഴുവൻ പരിചയമായി പാടി ദൈവത്തെ സ്തുതിച്ചത് കേട്ടപ്പോൾ അവൻ്റെ ദൈവത്തെ പ്രശംസിക്കാതിരിക്കാനായില്ല. എന്തായാലും കുറ്റങ്ങളാണ് ദൈവഭക്തന്മാർ ഈ ലോകത്ത് അഭിമുഖീകരിക്കേണ്ടത്. എന്തായാലും അടുത്ത ദിവസം യോഗത്തിൽ വന്ന് എല്ലാവരെയും കണ്ട് സംശയം തീർക്കാം എന്ന് കരുതി ആശ്വസിച്ചു. ജ്ഞാനം പ്രബോധനം പറഞ്ഞു കൊടുക്കാൻ സാക്ഷ്യവാക്യങ്ങൾ വായിച്ചുള്ള സഭാപ്രസംഗി അന്ന് ഉത്തമ ഗീതമാണ് സഭയിൽ പാടിയത്. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ യെരമ്യാവിന് തന്റെ വിലാപങ്ങൾ അർഹനായില്ല. അസ്ഥി കുമ്പരം കണ്ട് ഭയന്ന് എസെക്കിയേലിന് മുമ്പിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവചിച്ചതും സിംഹക്കുഴിയിൽ തന്നെ ദാനിയേലിന്റെ ജീവനുള്ള കാർത്തവുമായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ സഹോദരൻ ഘോഷയ്ക്കും ദൈവത്തെ കൂട്ടത്താതിരിക്കാനായില്ല. അന്ത്യകാലത്തെ സവാരി കർത്തൻ വരും തന്റെ ആത്മാവിനെ പൗരം എന്ന ദൈവാത്മാവ് യോഗയിൽ പറഞ്ഞപ്പോൾ ആമോസും മുഹമ്മദിയാവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വയലിൽ അഭിനയിക്കുന്ന യോന അനുസരണം കേട്ടാൽ താൻ അനുഭവിക്കേണ്ട എല്ലാ പ്രതികൂലങ്ങളും എന്നാൽ ദീർഘക്ഷമയുള്ള ദൈവം തന്റെ പ്രാർത്ഥന കേട്ടതും തന്നെ നിശ്ചയമായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നീക്കും ഒരാൾക്കും വന്നു. നീ നിന്റെ കോട്ട കാത്തുള്ള സമാധാനം നിനക്കെതിരെ വരുന്നു എന്ന് നമുക്ക് പ്രബോധിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സമയം തെറ്റി അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് അഭിപ്രായപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ട് തന്റെ പ്രബോധനം കൈക്കൊള്ളണമെന്ന് സഭയെ ഉണർത്തിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആലയം ശൂന്യമാക്കിയ തപ്പിട്ട വീടുകളിൽ നിങ്ങൾക്ക് എങ്ങനെ പാടാൻ കഴിയുമെന്ന് മക്കളോട് ദൈവാത്മാവ് ചോദിച്ചപ്പോൾ സഭയിൽ മൗനവും ദൈവത്തെ എല്ലാവരും സ്വയം ശോധനയെ നടത്തി. സാത്താൻ ദൈവം മക്കളെ കുറ്റം ചുമത്താൻ ദൈവത്തിന്റെ കടുത്ത് വളർത്ത് നിൽക്കുമെന്ന് ദർശനം താൻ കണ്ടുവെന്ന് സക്കരിയോട് പറഞ്ഞപ്പോൾ ദൈവമക്കൾ ഇനി ദൈവത്തിന്റെ പരിപാടി ദശാംശവും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീടും കാട്ടരുതെന്ന് മലാക്കി പ്രബോധിപ്പിക്കുകയും എല്ലാവരും സ്വോത്രാഴ്ച എടുത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിരിക്കുകയും ചെയ്തു. എന്നാൽ എന്റെ ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. നാളുകൾ കഴിഞ്ഞ് പ്രതികൂലങ്ങൾ ഏറെയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ വാങ്ങിക്കുകയാണ്. എങ്കിലും ദൈവം തന്നെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും പട്ടണത്തിൽ ചെന്ന് നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള വേദപണ്ഡിതന്മാരെ കണ്ട് എന്റെ സംശയം കരുതി വെക്കാമെന്ന് കരുതി പോകുമ്പോഴായിരുന്നു മത്തായിനെ കണ്ടത്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഡോക്ടർ ഗ്ലൂക്കോസ് ഇരിക്കൊണ്ട് എന്ന് യോഹന്നാൻ പറഞ്ഞനുസരിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കർത്താവിന്റെ നാമം മഹത്വത്തിന് വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തികളും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും എല്ലാം കേട്ടപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യം തോന്നി. അതിശ്ലേഷനായി തീർന്ന പൗലോസ് എന്ന അപ്പോസ്തലൻ ശൗൽ ആയിരുന്ന താൻ ഒരു സുവിശേഷ യുവതിയായി ദൈവമക്കളെ പീഡിപ്പിച്ചിരുന്നതും പിന്നീട് സുവിശേഷത്തിന്റെ ജീവിച്ചിരുന്ന ലോകമെന്നും കൃതിച്ചതുമായ അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് ഓർമ്മകളോട് പ്രസംഗിച്ചതും എല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തെ പോലായി ജീവൻ എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. അദ്ദേഹത്തിന്റെ എത്ര കത്തുകൾ ഈ ലോകത്തിലും വരുവാനുള്ളതിനും ഏറ്റവും വലിയ ദൈവസ്നേഹം എന്ന് അദ്ദേഹം ഗുരുതരത്തിന്റെ കത്തിലൂടെ വ്യക്തമാക്കി. ശാപത്തിന് കീഴിലായിരുന്ന മനുഷ്യ സമൂഹത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ സ്വയം ശരണമായി തീർന്ന യേശുവിനെ വിലാസിയായിട്ടുള്ള കത്തിലൂടെ വ്യക്തമാക്കി. ദൈവസഭ എന്താണെന്നും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഫേസ്യർക്ക് എഴുതിയ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരുന്ന ലാഭമാണെന്ന് അദ്ദേഹം ഫിലിപ്പിയിലുള്ളവരോട് പറഞ്ഞത്. എത്ര ധീരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയെ ഉജ്ജീവിക്കണമെന്നും സ്വോത്രത്തിൽ ജാഗരിക്കണമെന്നും അദ്ദേഹം പ്രബോധിപ്പിച്ചു. കൊലശ്ശേരി അദ്ദേഹം പ്രബോധിച്ചു. കർത്താവിന്റെ വരവിന്റെ 2 ഘട്ടങ്ങളുണ്ടെന്നും രഹസ്യത തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണെന്നും പരസ്യത ന്യായാധികമാണെന്നും തെസ്സലോനിക്കയിലുള്ള കൂടെ വ്യക്തമായി. വചനം പ്രസംഗിക്കാനും സമയത്തിലും അസമയത്തിലും ഒതുങ്ങി നിൽക്കണമെന്നും തന്റെ നിജപുത്രനായ തിമോഥെയോസിനോടുള്ള കത്തിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം കൂടി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കണമെന്നും ശുശ്രൂഷനായ തിമോഥെയോസിനോട് അദ്ദേഹം പറഞ്ഞു. താൻ കടവിലായപ്പോൾ ജനിപ്പിച്ച ഒനേസിമോസിന് വേണ്ടി ഫിലിമോൻ വീട്ടിൽ കത്തുകളിൽ നിന്നും ഒഴിയുകയും തന്റെ ആളുകളോടുള്ള സ്നേഹം വ്യക്തമാക്കി. വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ നിരത്തിയിരിക്കുന്ന എബ്രായ ലേഖനം എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. നാവിനെ കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തെക്കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം ശോധനാക്കി. എടുത്തടക്കാനായ അപ്പോസ്തലനായ സത്യം അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. നാം ദൈവത്തിൽ എന്ന് വിളിക്കപ്പെടാൻ കാരണമായ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം യോഹന്നാന്റെ കത്തുകൾ 2-3 വട്ടം എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് അന്ത്യകാലമാണെന്നും ദൈവശക്തി വളരെ അധികം പ്രാപിക്കണമെന്നും ഇവിടെ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനും അതിന് തയ്യാറായി. പത്മോസിൽ ഏകനായിരുന്നെങ്കിലും ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞ യോഹന്നാൻ ദൈവം കൊടുത്ത വെളിപ്പാടിനെ കുറിച്ച് അറിയാൻ ഞാൻ വരാതെ ആഗ്രഹിച്ചു.
പരിശുദ്ധന്മാരുടെ സഹായത്തിൽ ഞാൻ ആ പുസ്തകത്തിന് മുകളിലേക്ക് കളഞ്ഞിരുന്നു. അതെന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. സുഹൃത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന എന്നിൽ കൂടുതൽ സന്തോഷവും പ്രത്യാശയും പറഞ്ഞു. രാവും പകലും മാനവരുടെ മധ്യത്തിൽ സിംഹാസനസ്ഥനായ പരിശുദ്ധ ദൈവത്തെ ആരാധിക്കാനുള്ള മഹാകന്യ എനിക്ക് തന്ന ദൈവത്തിന്റെ അത്യന്തം അവർണ്ണനീയമാണ്. തന്റെ മകൾക്ക് വേണ്ടി മൂത്തുകാർ തീർത്ത നവയെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ആനന്ദത്താൽ നിന്നു. പ്രിയനോടൊക്കെ നിത്യമായി വഴും കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കി. മനുഷ്യ ജീവിതത്തിൽ കഷ്ടത്തിന്റെയും നിരാശയുടെയും വിറ്റ് വയ്ക്കുന്ന സാധാരണ എന്താ തീപ്പൊയ്ക ഒഴുകിക്കഴിഞ്ഞു. ഭക്തന്മാരുടെ കണ്ണീരെല്ലാം കുറയ്ക്കാൻ സഭയുടെ നാഥൻ എന്താ വരുന്നതെന്ന് കേട്ടപ്പോൾ എല്ലാ ദുഃഖവും കഷ്ടവും എനിക്ക് നിസ്സാരമായി. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി കിട്ടി. യഥാർത്ഥ രാജ്യം സ്ഥാപിക്കാനേ ഇല്ല കർത്താവായ യേശു എന്ന് അതിനെ പ്രത്യാശയോടെ അറിഞ്ഞാൽ നാമേ കർത്താവായ യേശുവാണ്. തകർത്ത എക്സസൈസാ മോനെ, അല്ലാതെ വേറൊരു രക്ഷയുമില്ല. ആ വാ എനിക്ക്, നിനക്ക് തിരക്കൊന്നും ഇല്ലല്ലോ? ഒരു തിരക്കുമില്ല. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ പരീക്ഷ ചെയ്യുന്നത്? എനിക്കതൊക്കെ ഭയങ്കര മടിയാണ്. നിനക്കതൊക്കെ പറയാം. മനുഷ്യൻ കഴിഞ്ഞ വർഷം ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴല്ലേ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. ആന്തോടെ എല്ലാം കൂടുതലേ, അതുകൊണ്ടേ അറിയാവുന്നതല്ലേ. എന്തോന്ന് നിനക്ക് അല്പം കൂടുതലാണെന്ന്. ഓ, അവന്റെ ഒരു തമാശ. മനുഷ്യനോട് തീ പിടിച്ചിരിക്കുമ്പോഴാണ്. ഈ ആളുകൾക്ക് ഉള്ള കാര്യം പറയണേ. നിനക്കറിയാമോ, കൊളസ്ട്രോളും ഷുഗറും ബി.പി എല്ലാം കൂടുതലാണ്. ഇങ്ങനെ പോയാൽ എപ്പോഴും അടിച്ചു പോകാനൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാരാ പറഞ്ഞേ? ഡോക്ടർ. ഓ, സമ്മതിച്ചു. ഈ ലോകത്തിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ചില ചിറ്റുകളൊക്കെ പാലിക്കണം. ഈ നശിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടി നീ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നിന്റെ ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആത്മാവിന്റെ ആരോഗ്യം? അതേടാ, ആത്മാവിന്റെ ആരോഗ്യം. മനസ്സിലായില്ല. നീ കഷ്ടപ്പെട്ടിട്ടില്ല ഈ ശരീരത്തിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. അതൊക്കെ നമ്മൾ നശിക്കാം. പക്ഷെ നശിക്കാതെ നിത്യതയോളം നിൽക്കുന്നുണ്ട് നമ്മുടെ ആത്മാവ്. അതിനുവേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടില്ലേ? അതിനെ ബേസ് ചെയ്താണ് നീ ഈ നിത്യതയൊക്കെ തീരുമാനിക്കുന്നത്. ഒന്ന് തിമോഥെയോസ് 4:8 ഇപ്രകാരം പറയുന്നു: ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെ വരുവാനിരിക്കുന്നതിന്റെ വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഈ അല്പശ്വാസത്തിന് മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരത്തിനായി സർവേശ്വരൻ നന്ദി അറിയിക്കുന്നു. കാതികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം കാലപ്രവാഹത്തിൽ ഭൂമിയിലെത്തിയ പാവമാം സാധാ സഹോദരിയ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് വൈകി വന്ന വീണ്ടെടുപ്പ്. സഹോദരന്മാരെ, ന്യായമാരുടെ ഇടയിൽ തന്നെ കാലഘട്ടത്തിൽ നിർവാച സ്നേഹത്തിന്റെയും നിഷ്കളങ്ക ഭക്തിയുടെയും വന്നചുരം പ്രകാശം ഉതർന്ന ഒരു ആദർശമല്ല അവളത്രേ നമ്മുടെ കഥാനായിക യൂത്ത്. യൂത്തിന്റെ ജീവിതത്തിലെ പിന്നാമ്പർ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അതാ അങ്ങോട്ട് നോക്കൂ. ആ കാണുന്ന ബംഗാളി ചെന്നോണ്ടിരിക്കുന്ന ദമ്പതികളെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണും. അത് മറ്റാരുമല്ല, എലിയുടെ കച്ചായനും നവോമി അമ്മാമയും. തൈല് വാങ്ങിയ മുറ്റത്ത് തകർത്തിയായി കുട്ടികൾ കളിക്കുന്ന രണ്ട് ചൂടക്കുട്ടന്മാർ. എലിയുടെയും നവോമി ദമ്പതികൾക്കും ദൈവം നൽകിയ സമ്മാനങ്ങൾ പൗലോനും ഗിലിയോനും. നാം രണ്ട് നമുക്ക് രണ്ട് എന്ന ആപ്തവാക്യം അക്ഷരവൃത്തി അനുസരിച്ച മാതൃകാ ദമ്പതികൾ. എല്ലാ സൗഭാഗ്യങ്ങളും തന്റെ ജീവിതത്തിൽ പൂർണ്ണബുദ്ധനായിരുന്ന എളിമയിലേക്ക് ബുദ്ധിമുട്ടി
സ്മാർട്ട് ഫോണിൽ പരസ്യങ്ങൾക്കോടെ ആലോചനകളുടെ ബഹളമായി കിട്ടിയ ആപ്ലിക്കേഷൻ എല്ലാം ചർച്ച ചെയ്തതിൽ 2 മൂവാമൻ പെൺകുട്ടികളെ അമ്മയ്ക്ക് മക്കൾക്ക് നന്നേ വിളിച്ച് കൊള്ളാം, ഒത്ത വണ്ണവും നിലവും നിറവും ഒക്കെയുള്ള 2 സുന്ദരികൾ ഓർ പേരെടുത്തു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവർ വാതിലായി. പക്ഷേ 10ാമത് വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾക്ക് പിന്നാലെ മറ്റൊരു വലിയ ദുരന്തം അവരെ തേടിയെത്തി. തങ്ങളുടെ അപ്പന്റെ പിന്നാലെ മകളൊന്നും പിന്നെയൊന്നും ഈ ലോകത്തിൽ യാത്രയായി. ഒരു നിമിഷം പതിനുപോയ നവോമി മനസ്സാനന്ദം വീണ്ടെടുത്തു. നമ്മെ ചെയ്യുവാൻ മധ്യവാനിൽ വീഴ്ത്തിടുവാൻ
and is written, Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. The salvation in your name, Jesus Christ, my living hope. Jesus Christ, my living hope. Thank you. പത്ത് കൽപ്പനകൾ. ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങളെ കൊണ്ടാകരുത്. രണ്ട്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. മൂന്ന്, നിന്റെ ദൈവമായ എപ്പോഴും നമ്മൾ ഒടുക്കുകയോ എടുക്കരുത്. നാല്, ശബത്ത് നല്ല ശുദ്ധീകരിക്കാൻ ഓർക്ക. അഞ്ച്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ആറ്, കൊല ചെയ്യരുത്. ഏഴ്, വ്യഭിചാരം ചെയ്യരുത്. എട്ട്, മോഷ്ടിക്കരുത്. ഒമ്പത്, കൂട്ടുകാരുടെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10, കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ കട്ടൻ ചായ കുടിച്ചതിൻ്റെ ആരോഗ്യം കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 11:30 ചായ കുടിച്ചില്ലേ, ആ ആരോഗ്യത്തിൽ ഗുഡ് മോർണിംഗ് പറയണം. സമയം നോക്കണ്ട, നമുക്ക് ഗുഡ് മോർണിംഗ് പറയും. രണ്ടും അപ്പൊ ഗുഡ് മോർണിംഗ് പറയാം. ആ, ചായ കുടിച്ചതിന്റെ പേരത്തില് ഗുഡ് മോർണിംഗ്. അത് സ്കൂളിൽ ഗുഡ് മോർണിംഗ് പറയുന്നല്ലേ പേര്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ, നീട്ടി പറയണം. ഗുഡ് മോർണിംഗ് ഉറച്ചു പറയണം കേട്ടോ. ഈ ചായയുടെ കൂടെ വളരെ എന്നായിരുന്നോ? അപ്പൊ ഇച്ചിരിയോടെ ശക്തി വേണം. അപ്പൊ റെഡി? ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു നീട്ടണ്ട, നീട്ടല് കട്ട് ചെയ്യണം, പെട്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടില് അമ്മയോട് ബഹളം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടല്ലോ. ആ ഒച്ചയില് നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയണം കേട്ടല്ലോ. വീട്ടില് ബഹളം ഉണ്ടാക്കി കരയില്ലേ, നമ്മൾ പിടിക്കുമ്പോ കരയില്ലേ, ആ ഒച്ചയിൽ ഗുഡ് മോർണിംഗ് പറയണം. ആരോ റെഡി? അപ്പൊ പറയാൻ പോലെ ഗുഡ് മോർണിംഗ്. ഇത്രയും ഒച്ചയിലാണ് അമ്മയോട് ബഹളം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടോ? അതെ, ദൈവനാമം മഹത്വപ്പെടുത്തുന്നവരുടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് മുഖവുര പറയുന്നില്ല, എന്നെക്കുറിച്ചും പറയുന്നില്ല. ആർക്കെങ്കിലും എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പർ തരാം, ഇടയ്ക്ക് പ്രിയമ്പോൾ പിടിച്ചു ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അല്ലെങ്കിൽ ഒറ്റ ദിവസം സമയം കിട്ടുമ്പോൾ സമയത്ത് വരും, അന്നേരം അല്ലേ സാക്ഷിയോട് പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പേ സന്തോഷാനായിട്ടുള്ള പരിചയമാണ്. കാരണം അദ്ദേഹം ബാലസംഘത്തിലെ ഒരു സജീവ പ്രവർത്തകനായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ വളരെ നാളുകളായിട്ടുള്ള പരിചയമാണ്. അതിനുശേഷം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ സഭയിലുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ സ്പീക്കറിന്റെ മറവിൽ നിന്ന് മുഖം ആരെയും കാണിക്കാതെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന അദ്ദേഹം നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല. ആള് ഭയങ്കര പുലിയാണ്. ഞങ്ങൾ കോവിഡിനൊക്കെ മുമ്പ് ഞാൻ വലിയൊരു CMC പോയി കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ട് വന്ന സമയത്ത് സ്കൂൾ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ പോവുക, കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് എടുത്തതിന് ശേഷം പാരന്റിങ് ക്ലാസ് എടുക്കുക. അതിനുശേഷം ഈ പാരന്റ്സുമായിട്ട് നമുക്ക് കൗൺസിലിങ്ങിനെ കോൺടാക്ട് കിട്ടും, അവരോട് സുവിശേഷം പറയുക. അങ്ങനെ ഒരു മിനിസ്ട്രി ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ എന്നോടൊപ്പം ഈ സ്കൂൾ മിനിസ്ട്രിക്ക് കൂടെ ഒത്തിരി സ്കൂളുകളിൽ വന്നിട്ടുള്ള എന്നോടൊപ്പം ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റജിബറിനെ വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഒറ്റയ്ക്കാക്കി റജിബർ രാജ്യത്തെ പ്രാപിച്ചു പോയി, അതായത് ഗൾഫിലേക്ക് പോയി. അതിന്റെ ഫലം ഇതുവരെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്റെ നമ്പറിൽ തന്നെയാണ് ഗൂഗിൾ പേ ഉള്ളത്. അതുകൊണ്ട് നമ്പർ ഉള്ളതല്ലേ
ശരി. അടുത്തത് എനിക്ക് പിന്നെ പരിചയമുള്ളത് നമ്മുടെ സാമാണ്. സാമിന് എങ്ങനെയെങ്കിലും പനിയൊക്കെ മാറിയിട്ട് ജിമ്മിലൊക്കെ വെട്ടുന്ന ശരീരമൊക്കെ ഒന്ന് കുട്ടി അതിനെ പോലെ മസൽമാനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ആൻഡ്രോയിഡിന്റെ സ്കിറ്റായിട്ട് വന്നാൽ പൊളിച്ചു. ഇനി ആ ഒരു കാര്യം പറഞ്ഞാൽ സാമ ജിമ്മിൽ പോകില്ല. ജിമ്മിൽ പോകുന്നതിനേക്കാൾ എന്താന്ന് പറഞ്ഞേ ദൈവഭക്തിയാണ് അല്ലേ? താഴെ ഭക്തനായിരുന്നാൽ മാത്രം പോരാ, ഒന്നും വേണം അല്ലേ? ആ ഭക്തി ഒന്ന് പുറത്തു കാണിക്കാനുള്ള ആരോഗ്യങ്ങളെ വേണം അല്ലേ? രണ്ടും വേണം അല്ലേ? ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് അത്രേ എന്നാണ് കേട്ടോ. നമ്മൾ പറയുന്നില്ല അല്പം പ്രയോജനമുള്ളത് അത്രേ എന്നാ പറയണം. അതായത് ഒരു പ്രയോജനം ഇല്ലെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെയല്ല, അല്പം പ്രയോജനമുള്ളത് അത്രേ, പക്ഷെ എന്നാലും അതിനേക്കാളും വലുത് ഏതാ വേണ്ടേ? ഓക്കെ. അപ്പോൾ എനിക്ക് പ്രത്യക്ഷത്തിൽ പിന്നെ സാമിന്റെ ഭവനത്തിൽ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അവരുടെ കരിമീനെ പൊരിച്ചതൊക്കെ കൂട്ടിയുള്ള ചോറ് കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കരിമീൻ സാമിന്റെ വീട്ടിൽ നിന്ന്? ഇല്ല, നിങ്ങൾ വിളിച്ചിട്ടില്ല. അപ്പം പിന്നെ അല്ലേ, നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം സാമൻ എന്നോടാണെന്ന് തോന്നുന്നത്. ഓക്കെ. ഇവിടെ പിള്ളേർ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. ഞാൻ എൻ്റെ മൊത്തം 25 കുട്ടികളുണ്ട്. 25 കുട്ടികളെല്ലാം 15 വയസ്സിന് 5 വയസ്സിന് മുകളിലേക്ക് ഇടയിൽ ഉള്ളത്. 4 വർഷമൊക്കെ ആ സൺഡേ സ്കൂൾ വാർഷികത്തിലേക്ക് ഒരു വൈബ് എന്തായിരിക്കുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സൺഡേ സ്കൂൾ വാർഷികം 3.5 മണിക്കൂർ ചുരുങ്ങിയതെടുക്കും. കാരണം ഒരു കുട്ടിക്ക് ഒരു പ്രോഗ്രാം വെച്ച് കൊടുത്താൽ തന്നെ സമയം മുന്നോട്ട് പോകും. അവിടെ ഞങ്ങൾ സ്കിറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെ കഥാപ്രസംഗങ്ങളുണ്ടാവും, ഒത്തിരി പരിപാടികളുണ്ടാവും. ഒരു സിംഗിളായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെ 3.5 മണിക്കൂർ പോകും. കാരണം ഞങ്ങൾ അത്രയും സമയം സഭയായിട്ട് ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇത് തന്നെ എല്ലാ മാസത്തിലും ഒരു സൺഡേ ഉച്ച കഴിഞ്ഞ് ഉണ്ടാവും. അത് ഇവർക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുക. അതിന്റെ ഒരു റിസൾട്ട് മന്ത്രത്തിൽ നിന്ന് സഭയിൽ നിന്ന് നമുക്ക് കിട്ടുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം ഇന്ന് കിട്ടിയോ? ഐസ്ക്രീം കിട്ടിയോ? ഇല്ല. ഞാൻ പറയാൻ വന്നേ, നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം കിട്ടിയോ? കിട്ടിയോ? കഷ്ടപ്പെട്ട് പഠിച്ചതല്ല. എന്നിട്ട് ഇത് കിട്ടിയോ? ഐസ്ക്രീം കിട്ടിയോ? ഇല്ല. അപ്പൊ വേണ്ട പ്രോത്സാഹനം കിട്ടിയോ? ഇല്ല. കിട്ടി. അപ്പൊ എല്ലാവരും വലുതായി ഒന്ന് കരുതിക്കേ. എല്ലാവരും എടുത്ത് എന്നിട്ട് അത് ഈ ലെഫ്റ്റ് തോളിൽ വെച്ച് എന്താടിയോ കൊള്ളാം പൊളിച്ചു, നീ നന്നായിട്ട് ചെയ്തു പറഞ്ഞു, നന്നായിട്ട് നീ ചെയ്തെന്ന് പറഞ്ഞോ. പറഞ്ഞാ ആശ്വാസമായില്ലേ? നമ്മൾ പ്രോത്സാഹിപ്പിക്കാനൊന്നും മറ്റുള്ളവരൊന്നും വരില്ല. നമ്മൾ വേണം പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ. ഞങ്ങളുടെ കണ്ടു തന്നെ പ്രോത്സാഹിപ്പിച്ചെങ്ങനെയാണെന്ന് നിൽക്കുന്നത് കേട്ടല്ലോ. നമ്മളെയൊന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ വരില്ല. അപ്പൊ ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകാം കേട്ടല്ലോ. ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാം. എന്ത് പ്രോഗ്രാമാണെന്ന് അറിയോ? ഞാൻ എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കണം? പാട്ട് പാടണോ, അതോ ഗ്രൂപ്പ് സോങ് പാടണോ, അതോ സ്കിറ്റ് അവതരിപ്പിക്കണോ, അതോ നിങ്ങൾ പറയാം ആക്ഷൻ സോങ് വേണം? എന്ത് വേണം? ഗ്രൂപ്പ് സോങ്. ഗ്രൂപ്പ് സോങ് ഞാൻ ഒറ്റയ്ക്ക് പാടണോ? ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഞാൻ മൂന്നുണ്ട്. നിങ്ങറിയാമോ? എനിക്കൊരു പ്രാണനുണ്ട്, ആത്മാവുണ്ട്, ശരീരമുണ്ട്. അപ്പൊ ഞങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടി ഗ്രൂപ്പ് സോങ് പാടാൻ പറ്റും. നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക്കാണ്. മാജിക് ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും മാജിക് ഇഷ്ടമാണോ? ഓക്കെ. അപ്പൊ ഇത് ഞാൻ സാധാരണ മുഖം നിറയ്ക്കുന്ന ഒരു ടവലാണ്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? കയ്യിലൊന്നുമില്ല, ഈ കയ്യിലൊന്നുമില്ല. അപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ പോകുന്നത്. നമ്മുടെ മെസ്സേജിലേക്ക് നമ്മളങ്ങ് പോകാൻ പോകും. അപ്പൊ നിങ്ങളോട് ഇന്ന് നമ്മൾ പറഞ്ഞ സന്ദേശം പറയാനാണല്ലേ? ഇന്ന് നമ്മുടെ സന്ദേശമൊന്നുമല്ല. അടുത്ത 20 മിനിറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ വാക്ക് ഞാൻ എടുക്കുകയാണ്. നമ്മളങ്ങ് അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടല്ലോ. അപ്പോ നമ്മളൊന്നും പ്രസംഗമൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇത് ഞാൻ തൽക്കാലം ഒരു വെള്ള ടവല്, വെള്ളയായിരുന്നു വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ മുഖമൊക്കെ പ്രശ്നം വെള്ളയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോ ഇത് നിങ്ങളുടെ ഹൃദയമാണെന്ന് വിചാരിക്കാം. എന്താണ് ഹൃദയം എവിടെ ഇരിക്കുന്നേ? ഹൃദയം എവിടെ ഇരിക്കുന്നേ? എവിടെ? ഇവിടെ. ഓക്കെ. കുറച്ചു പേർക്ക് ഇവിടെയാണ്, കുറച്ചു പേർക്ക് ഇവിടെയാണ്.
കുറച്ച് പേർക്ക് ഇവിടെയാണ്. ഇവിടെ ലെഫ്റ്റാണോ റൈറ്റാണോ? ലെഫ്റ്റ്. ഓക്കെ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആ ഹൃദയം ആണ് ഈ പേപ്പർ എന്ന് നിങ്ങൾ ഈ ടവൽ എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ എന്താണിത്? ഹൃദയം. അപ്പൊ ഈ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഹൃദയത്തിനകത്തൊരു കുഴി പിടിച്ച് ഹൃദയത്തിനോടെ ശക്തിയില് ഇതിൽ വേണം. അപ്പൊ നമ്മള് നല്ല ഇതൊരു ഹൃദയമാണ്, ഹൃദയത്തിന്റെ അകമാണ്. ഒരു കുഴിയിനകത്ത് ഒരു കുഴി. ഇതെന്താണ് ഉള്ളത്? ഹൃദയത്തിന്റെ അകമാണ്. അപ്പൊ ഈ ഹൃദയത്തിന്റെ അകത്ത് എന്താ ഉള്ള ഇപ്പോ? എന്താ ഉള്ളത്? ഒരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ, ബാലന്റെ ഹൃദയത്തിൽ മോശത്വം പറ്റിയിരിക്കുന്നു അല്ലേ? അങ്ങനെ ഒരു വാക്യമില്ലേ? അപ്പൊ ഈ മോശത്വം എന്ന് പറഞ്ഞാൽ എന്താ? മോശത്വം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ മോശത്വം എന്താ സന്തോഷങ്ങളെ? ഇത് ഒറ്റ വാക്കി പറഞ്ഞെന്താ? പാപം അല്ലേ? പാപമാണെന്ന് അറിയില്ലായിരുന്നോ? ഈ പാപത്തെ കുറിച്ച് പറയുന്നതാണ് പാപം കടും ചുവപ്പായിരിക്കുന്നു എന്നാ പറയാം അല്ലേ? അപ്പൊ ഞാൻ നോക്കട്ടെ, ഇത് പിള്ളേരുടെ ഹൃദയമാണ്. ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. പാപം എങ്ങനെ ഇരിക്കുന്നേ? കടും ചുവപ്പായിട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ശക്തി കൂടിപ്പോയത്. നമ്മൾ വീട്ടിൽ കിടന്ന് കരയവും വാശി പിടിക്കുകയോ ദേഷ്യവും പ്രതിബുദ്ധും അസൂയ മക പിണക്കം ജാരസംഘ ക്രോധം ഇത് മുഴുവനില്ല നിലവിൽ ഇല്ലേ? അതോ ഞാൻ സ്വർഗത്തിലാണ് ഓർമ്മ നിൽക്കണേ? ഉണ്ടോ? ഉണ്ടവർ സംഭവിച്ചു. അപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മമാരോട് ചോദിച്ചാൽ മതി. കണ്ടല്ലോ, അമ്മമാര് പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയുണ്ട്? നമ്മുടെ ഹൃദയത്തിലുണ്ട് അല്ലേ? അപ്പൊ ഇത് തിരിച്ച് ഞാൻ അവിടെ തന്നെ തൽക്കാലം വയ്ക്കാം. കാരണം ഇത് എനിക്ക് മാറ്റാനുള്ള കഴിവ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ? യേശുപ്പച്ചന്റെ അടുക്കളേക്ക് നിങ്ങൾ വന്ന എന്ത് ചെയ്യും? അതൊക്കെ പോയി കണ്ടോ? യേശുപ്പച്ചന്റെ അടുക്കലേക്ക് വന്നാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിലെ പാപം പോവുള്ളൂ. പാപം പോയാലാണ് അവിടെ പോകാൻ പറ്റുള്ളൂ. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തൽക്കാലം ഇരിക്കട്ടെ. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എന്തോ നിങ്ങൾ ഞെട്ടിയിരിക്കുന്നേ? ഇത് ചിലർക്ക് അറിയാവുന്നവരുണ്ട്, ആരും പറഞ്ഞോണ്ടിരുന്നേ പ്ലാൻ കൊടുത്തു. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോകും. ഇപ്പോൾ യേശു കർത്താവ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അല്ല? പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു വരം ചോദിക്കാം. യേശു കർത്താവ് ദൈവാർക്കെങ്കിലും വരം കൊടുത്തിട്ടുണ്ടോ? നീ ചോദിച്ചോ, നീ എന്ത് ചോദിച്ചാലും തരാം. അങ്ങനെ ദൈവം ആർക്കെങ്കിലും വരം കൊടുത്തിട്ടുണ്ടോ? ആർക്കാണ്? ശലോമോന് ദൈവം വരം കൊടുത്തു. അപ്പൊ അതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വരം ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരം ചോദിക്കും? പഠിക്കാനുള്ള ബുദ്ധി. പഠിക്കാനുള്ള ബുദ്ധി വരും. ശരി, നല്ല ചോദ്യം. ഞാനിതുപോലെ ചില സ്ഥലത്ത് എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു പുതിയ പപ്പേനെ മമ്മീനെ ചോദിക്കുമെന്ന് പറഞ്ഞു. ചിലരങ്ങനെയാണ് അല്ലേ? അങ്ങനെ ചോദിക്കാനുള്ള ഐഡിയ. ശരി, പുതിയ പപ്പേനെ മമ്മീ എന്ന് പറഞ്ഞാൽ നല്ല പപ്പേനെ മമ്മീനെ അല്ലേ? അല്ലാത്ത പഴക്കൂടാത്ത. ശരി, ഇനി നിങ്ങളെന്ത് ചോദിക്കും? ബോയ്സ് ഇതിനുള്ള പ്രാർത്ഥിക്കാനുള്ള കഴിവ്. വെരി ഗുഡ്. പ്രാർത്ഥിക്കാൻ കഴിവ് വേണം അല്ലേ? ശരി, പ്രാർത്ഥിക്കാനുള്ള കഴിവ്. നിങ്ങളെന്നെ ശരിക്കും എന്നെ തോപ്പിക്കാറോ? തിരിച്ചതായിട്ട് പോകാമല്ലോ. ശരി, അടുത്തത് സൗദിമാരെ രക്ഷിക്കപ്പെടാൻ. ശരി, അതും നല്ലതാണ്. രക്ഷിക്കപ്പെടാൻ ഇവിടെ മാതാപിതാക്കളും തലമുറ ടീച്ചർമാരും വിചാരിച്ചാൽ രക്ഷിക്കപ്പെടില്ല, ദൈവം തന്നെ വിചാരിക്കണം. ശരി, രക്ഷിക്കപ്പെടാനുള്ള കഴിവ് ചോദിക്കും. ഓക്കെ, ഞാനാണെങ്കിൽ എന്ത് ചോദിക്കും അറിയുമോ? നിങ്ങൾ വിളിച്ചിട്ട് പോരാ. ഞാനാണെങ്കിൽ സാമങ്ങളാണെങ്കിൽ എന്ത് ചോദിക്കും? സാമങ്ങൾ എന്താണോ? കുറച്ചുകൂടെ
സാമങ്ങളുടെ പോലെ ഞാൻ വരുന്നത്. സാമങ്ങളും ഇപ്പൊ സാമങ്ങളും എങ്ങനെയാണോ അതുപോലെ കുറേ സാമങ്ങളുടെ പ്രവർത്തനമായിട്ട് എനിക്ക് ഒത്തിരി സാമ്യമുണ്ട്. അവിടെ ഞാൻ എപ്പോഴും പറയും സാമനെ പോലെയാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാനിരുന്നേ അന്ന് പറയും എങ്ങനെയെങ്കിലും വണ്ണം വെക്കണമായിരുന്നു ആഗ്രഹം. അപ്പൊ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും അങ്ങനെ ആയാൽ മതിയതായി. ഓക്കെ, ശരി, ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഞാനായിരുന്നു എന്ത് ചോദിക്കുന്നറിയോ? ഞാൻ വിചാരിച്ചതൊക്കെയും സാധിക്കണം. ഞാൻ വിചാരിച്ചതൊക്കെ സാധിക്കണം. അങ്ങനെ ഒരു വരെ ഞാൻ ചോദിച്ചേനെ. മനസ്സിലായോ? നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ശിശുക്കള് ഓരോ സമയം ചെല്ലുമ്പോൾ പിള്ളേർ പറയണം സൂപ്പർ ഹീറോസ് ആവുമെന്ന് അവർ പറയണേ. എനിക്കൊന്ന് പറക്കാൻ പറ്റണം, എന്നെ പെട്ടെന്ന് ഇങ്ങനെ ജ്ഞാനം തരണം, സ്കൂളിൽ പോകാതിരിക്കാനുള്ള കഴിവ് തരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ പിള്ളേർ ചോദിക്കണേ. ഓക്കെ, പോട്ടെ. ഞാൻ എന്ത് ചോദിക്കും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വരെ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ വിചാരിക്കണമൊക്കെ സാധിക്കണം, അങ്ങനെ ഒരു വരെ വേണോ? വേണം അല്ലേ? ഫ്രീ ആയിട്ട് തരാം, വേണോ? പറഞ്ഞോ. അങ്ങനെ ആഗ്രഹമില്ലേ? തരാമെന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലേ? എന്നാ അങ്ങനെ ഒരു വരം ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയും സാധിക്കും എന്ന് ദൈവം പറഞ്ഞിട്ട് വരം തന്നു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നമ്മളുണ്ടോ? ഒരുപാട് അന്നുണ്ടോ? ചേടാ, അങ്ങനെ തന്നെയുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? സൗരന്മാരെ, നിങ്ങൾ കുറച്ച് നേരത്തേക്ക് പിള്ളേരെ കുഞ്ഞാവണെ എന്റെ നേരെ ഇങ്ങനെ ഉപ്പമാനായിട്ട് കണ്ടുപിടിച്ചിരിക്കില്ല, എനിക്ക് വേദിയാവുള്ളൂ. കുറച്ച് ശ്വാസമൊക്കെ വെച്ച് ഈ കുഞ്ഞുങ്ങളെ പോലെ ഒന്ന് ആയിരിക്കണം ഞാൻ ഈ ക്ലാസ് എങ്ങനെയെങ്കിലും വേറെ തീർന്നിട്ട് പോകണം കേട്ടല്ലോ. പറഞ്ഞേ, വേഗം കണ്ടുണ്ടോ? ഉണ്ട്. എവിടെ? എവിടെയാണെന്ന് അറിയാൻ പാടില്ല. എവിടെയോ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 1 അതിന്റെ 3-ാം വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആചരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല മാറാത്തതുമായ വൃക്ഷം പോലിരിക്കും. അടുത്ത വാക്യം എന്നാ? അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കണേ? ഇപ്പൊ വാച്ച് മാറ്റില്ല. ഇപ്പൊ ചെയ്താലല്ല, പൊതുവെ ഇപ്പോൾ ചെയ്യുന്നുണ്ടാ? പഠിക്കുക അല്ലേ? സ്കൂളിൽ പോവുക, പഠിക്കുക, സൺഡേ സ്കൂളിൽ വരിക, പഠിക്കുക അല്ലേ? അപ്പൊ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും. ഫുൾ എ പ്ലസ് കിട്ടുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ചെയ്യുന്നൊന്നും സാധിക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ പറയണേ? ദൈവത്തിന്റെ വചനം രാവിലെ നിങ്ങൾ മലയാളം വായിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പ്രായമായ എല്ലാ കുട്ടികളും ഇന്നൊരു തീരുമാനം എടുക്കണം. എന്താ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്താണെന്നറിയോ? എന്താ? ദൈവത്തിന്റെ ന്യായപ്രമാണ രാമകളിൽ ധ്യാനിക്കണം. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. തരാൻ ദൈവം റെഡിയായിട്ട് ഇരിക്കുക. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ദൈവം പറയാതെ നിങ്ങൾ അത് ചെയ്താൽ സാധിക്കും. ഏത് ചെയ്താലും പറയും. സദൃശവാക്യം 16:2-3 വാക്യം എന്തായിരുന്നത്? ജീവിതത്തെ കാണാതെ പഠിച്ചിട്ടുള്ള ഒന്നിനെ കാണാതെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. എന്തായിരുന്നു? നിന്റെ 16 വായിച്ചു. സദൃശവാക്യം 16:2 വായിച്ച ആരുടെ വായിച്ചേ? നിന്റെ ഇത് കഥാപുസ്തകം ആ പോലെ എല്ലാവരും ഇരിക്കോ? ബൈബിളില്ലേ? നമ്മള് ദൈവത്തിന്റെ പറയുന്നേ. നിന്റെ എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ? നിന്റെ ഉദ്ദേശങ്ങൾ യഹോവയിൽ അല്ല, എന്താ സമർപ്പിക്കുന്നത്? കേട്ടില്ല. ഉദ്ദേശങ്ങൾ സമർപ്പിക്കുക, ഉദ്ദേശങ്ങൾ സാധിക്കുക. അങ്ങനെയാണോ? പ്രവൃത്തികൾ ഇപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷനായോ? അത് എനിക്കാണോ? പ്രവൃത്തികൾ യഹോവയ്ക്ക്, ഉദ്ദേശങ്ങൾ ഇപ്പൊ ശരി. അപ്പൊ ഇവിടെ എങ്ങനെയാ യഹോവയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കണേ? നമ്മളൊരു കാര്യം നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും സാധിക്കുമോ? ഇല്ല. അപ്പൊ പ്രവൃത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ദൈവം ഇത് സാധിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? പറയണം. പറയുന്നതിന് നമുക്ക് എന്താ പറയാ? ദൈവത്തോടുള്ള സംസാരം എന്താണ്? പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന്റെ വചനം വായിച്ചാൽ, 2 പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം കുശാലായി. അതായത് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും, നിങ്ങൾ ഏത് പ്രവർത്തിക്ക് ഏർപ്പെട്ടാൽ അത്
സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കാര്യം. ഇനി ഒരു കാര്യത്തോടെ വേഗത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇത് കിട്ടാൻ നിങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. കിട്ടുന്നില്ല അല്ലേ? കിട്ടാൻ ഈ കുറച്ച് പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? 8:21 ആരെങ്കിലും ഒന്ന് വായിച്ചേ. ആരാണ് ആദ്യം എടുക്കണം നോക്കട്ടെ. ആദ്യം എടുക്കുന്നവന് സമ്മാനമുണ്ടോ? മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഇതാരാ പറയുന്നേ? ആരാ പറഞ്ഞേ? ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാനുള്ള കാരണം എന്താ? ഈ ഭൂമിയിൽ മുഴുവൻ ഭക്ഷണത്വം നിറഞ്ഞു അല്ലേ? സമാനം നേടിയിരിക്കുകയാണ് കേട്ടല്ലോ. കാര്യം കാണിക്കരുത് കേട്ടോ, കേട്ടല്ലോ അല്ലേ? ബാല്യം മുതൽ മനുഷ്യന്റെ ഈ മനോനിരൂപണം ദോഷത്വമുള്ളതാണെന്ന് ദൈവം കണ്ടു. ഈ മനോനിരൂപണം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എവിടെ ഇരിക്കുന്ന പോയത്? ഞാൻ പറഞ്ഞു എവിടെ ഇരുന്നേ? എവിടെ ഇരുന്നേ? ഓക്കെ. എന്നിട്ട് ഹൃദയത്തിൽ എന്തുണ്ടെന്നാ ദൈവം പറയുന്നേ? എന്തുണ്ട്? 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 പാപമുണ്ടെന്നാ പറയുന്നത് അല്ലേ? മനോനിരൂപണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ മനോനിരൂപണം ബാല്യം മുതൽ പറഞ്ഞേ ആ വാക്ക് നിങ്ങളുടെ മനസ്സിൽ പറയണം. ദോഷമുള്ളത്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദോഷമുണ്ട്. ഇതെങ്ങനെ മാറ്റാൻ പറ്റും? സഹോദരിമാരെ, അവരുടെ ഹൃദയത്തിൽ വാക്യം വായിക്കണമല്ലോ. സദൃശവാക്യങ്ങള് 22:15 വായിച്ചേ. സദൃശവാക്യങ്ങൾ 22:15. എന്താ പറഞ്ഞത്? ശിക്ഷയ്ക്കുള്ള വടി അത് അവനിൽ നിന്ന് അകറ്റിക്കളയും. അപ്പൊ മോഷണം പോണെങ്കിൽ എന്ത് ചെയ്യണം? തട്ടിക്കളയണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ശിക്ഷയ്ക്കുള്ള വടി അകറ്റിക്കളയും. ഇപ്പൊ ഞാൻ അർത്ഥം ഞാൻ പിടിച്ചിട്ട് നിർത്തിയിട്ട് പാവാടേക്ക് വലിച്ചു പിടിച്ചേച്ച് 2 അടി എന്നതായിരുന്നു അല്ലേ? എന്നാലേ നിങ്ങളുടെ പോഷകം ഉള്ളൂ അല്ലെ? ഒരു വാക്യോടെ പറയുന്നുണ്ട്. 23:13 വായിച്ചേ. 23:13. അടിപൊളി. ഇത് പോണ വഴിക്ക് ഉറപ്പായിട്ടും അമ്മ ഒരു ചൂരില് മേടിക്കും. നിങ്ങളുടെ വീട്ടിൽ ചൂരിലുണ്ടോ? ചൂരിലുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചൂരിലില്ലെങ്കിൽ നിങ്ങൾ മേടിക്കണം. നിങ്ങൾ മേടിക്കണം. എന്താ കാരണം? നമുക്ക് അമ്മയുടെ പണം കൊടുത്തിട്ട് പറയണം, അമ്മ പ്ലീസ് എനിക്ക് ഒന്ന് അടിക്കാം എന്ന് പറയണം. ഇല്ലെങ്കിൽ എന്റെ കുഴപ്പം പറയോ? എന്ത് കുഴപ്പമുണ്ടല്ലോ. 14 വായിച്ചേ. ഇത്രയും വലിയ ഓഫർ വച്ചിരിക്കുന്നേ. വടികൊണ്ടടിക്കുന്നതിനാൽ ആൻഡ്രൂ ഇല്ലേ കഥ പറഞ്ഞേ? പാതാളത്തിലേക്ക് ആരാ പോയേ? കനുവാൻ പോയി. കനുവാനെ കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്തില്ല? വടികൊണ്ട് അടിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അയ്യല്ലേ എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങനെയൊന്നും നന്നായി പോയതെന്നൊന്നല്ല. നിങ്ങളൊക്കെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിച്ചേ. അങ്ങനെ എന്താ ചെയ്തിരിക്കുന്നത്? പ്രാണനെ പാതാളത്തിൽ നിന്ന് പാതാളെത്തിയ പദം നരക. ഈ ദോഷത്വം കൊണ്ട് ഇങ്ങനെ പോയാൽ എവിടെ ചെല്ലും? നരകത്തിലേക്ക് നോക്കും. പോവണ്ട. അപ്പൊ എന്ത് ചെയ്യണം? വടി വാങ്ങണം.
കുസൃതി ചെയ്യുമ്പോൾ ഈ മോഷത്തിനിടയ്ക്ക് പൊങ്ങി വരുമ്പോൾ അടിക്കണം. അടി കൊള്ളുമ്പോൾ എന്ത് വിചാരിക്കണം മനസ്സിൽ? അലർവും പൂവയും കാവയും അമ്മേനെ ചീത്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലേ ദൈവമേ സ്തോത്രം, നരകത്തിൽ തന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയണം. അമ്മയുടെ അടി കിട്ടിയെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാന്നറിയോ? നരകത്തിലേക്ക് പോകാതിരിക്കാൻ അല്പം പിടിച്ചു നിർത്താൻ എന്ത് പറ്റും? ഇത് പറയാനൊരു കാരണം എന്നറിയോ? അടിയൊക്കെ കൊണ്ട് നല്ല കുട്ടികളെ ദോഷത്തൊക്കെ മാറിയിരുന്നാൽ മാത്രമേ പിന്നെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആർക്കാ പറ്റുന്നേ? അല്ലേ? യേശുക്രിസ്തുവിന്റെ അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? ക്രൂശിൽ മരിച്ചത്, നമ്മളെ രക്ഷിച്ചത്. ആ കാര്യങ്ങളൊക്കെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ആ കാര്യം വ്യക്തമാക്കാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വടി വേണോ? വടി വേണോ? വായിച്ചിട്ട് വിട്ടറിയോ? ഇല്ല, ഞാൻ വിചാരിച്ചു പോകുന്നു പറഞ്ഞിട്ടായിരുന്നു. ശരി, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11:7 ഉൽപ്പത്തി 11:7. അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഉത്തരത്തിലേക്കും തിരിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടു കളഞ്ഞു. സർവഭൂമിയിലെ ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയാൻ അവർക്ക് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഉത്തരത്തിൽ എങ്ങും ചിന്തിച്ചു കളഞ്ഞു. അതിനോടൊന്നും വായിച്ചേ, ഞാൻ കിട്ടിയില്ല, എനിക്കത് കൊടുക്കും. അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്തിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടു കളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയൊന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല. അതാണ് എനിക്ക് കിട്ടുന്നത്. അതെനിക്ക് ആദ്യം കിട്ടില്ല. അത് ഞാൻ കേൾക്കാത്തതാണോ? മിഠായി വാഴ കഴിച്ചായിരുന്നോ? ഇല്ല, വീട്ടിൽ പോയതാണോ അറിയില്ല, ഞാനത് കേട്ടില്ല. ശരി, ഓക്കെ. അപ്പൊ എന്താണ് വായിച്ചത്? അവർ ചെയ്യുവാൻ വിരോധിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഇത് മനുഷ്യനെ കുറിച്ച് പൊതുവായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെ? അവർ ചെയ്യാൻ വിചാരിക്കുന്ന ഒന്നും അവർ അസാധ്യമാകില്ല. ഇത് കുട്ടികളുടെ കാര്യത്തിലും ബാധകമാണ്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾക്കറിയില്ലാത്ത പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ച് തരും. ഞാൻ ചോദിക്കട്ടെ, LKG, UKG, 1, 2, 3 ഈ 3 സ്റ്റാൻഡേർഡ് ഇവരെ മൊബൈൽ ഉപയോഗിക്കാനാണോ പഠിപ്പിക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ ഈ ഓപ്ഷൻ കണ്ടുപിടിക്കുന്നത്? അതായത് നമ്മൾ ദൈവോധനം പഠിക്കുമ്പോൾ പ്രവചനങ്ങളിൽ വെളിപ്പാട് പുസ്തകമുണ്ട്. അന്ത്യകാലം എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ജ്ഞാനം വർദ്ധിക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാം. നമ്മൾക്കൊക്കെ ഒരു മൊബൈൽ ഫോണോ അതിന്റെ ഫംഗ്ഷനോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അല്ലേ, അതൊക്കെ ആരോടെങ്കിലും ചോദിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളോ, ഇന്നത്തെ ടെക്നോളജി, ഓരോ കുട്ടികളും ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ ലാംഗ്വേജ്. ഇന്നലെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. 7 വയസ്സുള്ളൊരു കുഞ്ഞ് 4 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഡോക്ടറുടെ ഒരു കുഴപ്പമില്ല, സംസാരിച്ചു തുടങ്ങി ഇംഗ്ലീഷിലേ സംസാരിക്കൂ. കാരണം അവരുടെ കുഞ്ഞ് കാർട്ടൂണും ഇതൊക്കെ കണ്ടോണ്ടായിരുന്നു 4 വയസ്സ് വരെ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. ആ ഇംഗ്ലീഷ് അവനെ 24 ചാനലിൽ അവർ ന്യൂസൊക്കെ കയറും. അതിങ്ങനെ ഭയങ്കര ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സായിപ്പുമാരുടെ ഇംഗ്ലീഷ്. അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും അവൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നാണ് അവരോട് പറയുന്നത്. ജ്ഞാനം വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ആരിൽ നിന്നാണ്? 8 മണിക്കൂർ കുഞ്ഞുങ്ങൾ പുറത്തായിരിക്കും, അല്ലെ? 24 മണിക്കൂറിന് ഞാൻ സാധാരണ തിരിക്കാറുണ്ട്. 8 മണിക്കൂർ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കും? പുറത്തും സ്കൂളിലും ഒക്കെ ആയിട്ടായിരിക്കും. അടുത്ത 8 മണിക്കൂർ എവിടെയാണ്? വീട്ടിലായിരിക്കും. അടുത്ത 8 മണിക്കൂറോ ഉറക്കമായിരിക്കും, അല്ലെ? അപ്പോ ഈ 8
മണിക്കൂറും ഇനി അഥവാ സ്കൂളില്ലാത്ത 8-16 മണിക്കൂർ ഈ കുട്ടികൾ എവിടെയാണ്? വീട്ടിലാണ്. ഇവർ ഏറ്റവും കൂടുതൽ അധ്യാപകരെ മാറ്റി നിർത്തിയാൽ ഇവർ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയാണ്? മാതാപിതാക്കളെ അല്ലെ? അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എവിടെ നിന്നായിരിക്കും? മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇമിറ്റേഷനാണ്. മനസ്സിലായോ? ഈ മുടി പിള്ളേര് മുകളിലേക്ക് വളർത്തി വെക്കുന്നത് എന്തുകൊണ്ടാണ്? ചുമ്മാ ഡ്രസ്സ് പൊക്കി വെക്കുന്നത് അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന എവിടെ നിന്നാ? മുടിയൊക്കെ പൊക്കി വെക്കാൻ കാരണം ഫാഷൻ അല്ലേ? അത് ആ സ്റ്റൈൽ അവരെ സ്വാധീനിച്ചതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ചിലര് കടയിൽ ചെന്നപ്പോ പേര് പറയും കലങ്കാരിയോ ദിവസം ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ കലങ്കാരി വേണം. അതിപ്പോ കടയുടെ കാര്യം വെച്ച കടയിൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ കലം മേടിക്കണമെങ്കിൽ തുണിക്കടയിൽ എന്തിനു വന്നതെന്നാണ് നമ്മൾ ചോദിക്കുള്ളൂ. പക്ഷെ അതൊരു ചുരിദാറിന്റെ അതൊരു തുണിയുടെ നാടിയുടെ പേരാണ്. ഓക്കെ, അപ്പോ ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ലോകത്തിൽ നിന്ന് വന്നു. കണ്ടു, ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചു ഫോളോ ചെയ്യുക. അതാണ് മനുഷ്യന്റെ ഒരു. ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ രക്ഷിക്കപ്പെടാതെയും അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഒരു അനാത്മീകമായ രീതിയിൽ പിന്നീട് ആ കുഞ്ഞുങ്ങൾ മുതിർന്ന ശേഷം അവർ സഭയിൽ ആക്റ്റീവ് അല്ലാതെ അവർ ഈ ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ വന്നാൽ അവർ പഠിച്ചത് എവിടെ നിന്നാണ്? അവർ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങളിൽ നിന്ന് മാത്രമാണ്. കാരണം എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയാൽ അതിന്റെ പരാജയം നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ ഒരുപക്ഷെ ആത്മീയരായി സഭയിൽ മുൻപിൽ നിന്ന് പാട്ട് പാടുകയും എല്ലാ മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയും എല്ലാ രീതിയും ഗൗരവമായിട്ട് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ എവിടെയാണെന്നറിയോ? സഭകൾ മാത്രം. നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്കുള്ളൊരു സ്വഭാവമുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ ഇതുപോലെയാണോ നിങ്ങളുടെ സ്കൂളിലിരിക്കുന്നത്? ഇതുപോലെയാണോ വീട്ടിലിരിക്കുന്നത്? വീട്ടിലിരിക്കുന്നവരെയാണോ കുട്ടികൾ ഈ സഭാപോലെ ഇരിക്കുന്നത്? അവർക്ക് മാറാൻ അറിയില്ലേ? വീട്ടിൽ അവരെങ്ങനെയായിരിക്കും? ഈ സഭാകൾ പാവത്താനായിട്ട് ഓരോരുത്തർ ഇരിക്കുന്നത്. പക്ഷെ വീട്ടിലെങ്ങനെയാ? ഇതേപോലെയല്ല. സ്കൂളിൽ ചെന്നാൽ അവർ വേറൊരു മുഖം കൂടി എടുത്തു വയ്ക്കും. മനസ്സിലായോ? അവരുമായിട്ട് ഇഴുകി ചേർന്ന് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്ത് മാറാനൊരു കഴിവുണ്ട്. അവിടെ ചെയ്യുന്ന എന്ത് കള്ളത്തരങ്ങളും എന്ത് ചെയ്യില്ല, ഒരിക്കലും വീട്ടിൽ വന്നവര് പറയില്ല. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പറയും, കൊച്ചിനെ പ്രശ്നമാണ് എന്റെ കൊച്ച് എന്നോട് എല്ലാ കാര്യങ്ങളും പറയും എന്ന് പറയാറുണ്ട്. അവർ സമയം മുന്നോട്ട് പോയി അവിടെ ഞങ്ങൾ നിർത്തുകയാണ്. 3 ക്യാരക്ടറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ്, ചിന്തിച്ചാൽ മതി. അതായത് ഒന്ന്, വീട്ടിൽ മറ്റൊരു സ്വഭാവം. ചർച്ചയിൽ ചെന്നാലും നമുക്കറിയാം അവരുടെ ക്യാരക്ടർ പെട്ടെന്ന് മാറുന്നത് നിങ്ങൾക്കറിയാം. സ്കൂളിൽ ചെന്നാലും അവര് പെട്ടെന്ന് മാറുന്നുണ്ട്. ഇതിലേത് ക്യാരക്ടർ ആയിരിക്കണം അവരെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും? സഭയിൽ വന്നിരിക്കുന്നത് പോലെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് അല്ലേ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് അതാണ് അവരുടെ സ്വഭാവമായിട്ട് മാറുന്നത്. ചൈൽഡ് സൈക്കോളജി പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് പേപ്പറാണ്. അതിനകത്ത് ഒന്നുമില്ല. ജനറ്റിക് ആയിട്ടുള്ള ചില വാസനകൾ അവരിൽ വരും. അതിൽ കൂടുതൽ നെഗറ്റീവ് സ്വഭാവങ്ങളായിരിക്കും. പക്ഷെ കുടുംബത്തിൽ മാതാപിതാക്കളും അപ്പച്ചനും അമ്മച്ചിയും, അതായത് അവരുടെ അപ്പച്ചനും അമ്മച്ചിയും, ഈ 4 പേരെയും കുഞ്ഞുങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് തന്നെയായിരിക്കും നിങ്ങളുടെ മക്കളും അവരുടെ ക്യാരക്ടർ രൂപപ്പെട്ടു വരുന്നത്. അയൽക്കാരെ പോലെ ആയിരിക്കില്ല. അയൽക്കാർ എങ്ങനെ ജീവിച്ചോട്ടെ, അവർ അസഭ്യം പറയുന്നവരും കള്ളൂടിയന്മാരും ചീത്ത ഞങ്ങൾ അവരുടെ ഇടയിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകും. ഒട്ടും പേടിക്കണ്ട. അവരെങ്ങനെ ആയിരുന്നാലും ഒരു വിഷയമില്ല. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? അതാണ് കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. ഒരു ചൊല്ലുണ്ടല്ലോ, ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ കണ്ടാൽ വീട്ടിലെ കറക്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇവരെ ആരാ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? മാതാപിതാക്കൾ. അതുകൊണ്ട് ഒരു കാരണവശാലും കാരണം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയാമോ? മുക്കാലല്ലേ അപ്പോൾ കഴിഞ്ഞു പോയോ? ഓക്കെ. മാതാപിതാക്കള് വീട്ടില് മമ്മി ഒരു സഹോദരിയെ പറ്റി ഒരു കാര്യം പറ്റി പറഞ്ഞു. ഞാൻ കുഞ്ഞിലെ അതെന്റെ മനസ്സിൽ കിടന്നു. വലുതായിട്ടും ആ സഹോദരിയെ എനിക്ക് ഇഷ്ടമല്ല. എന്നെ കാണാൻ പറയും. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വരും.
ആദ്യം കുശുമ്പും ഔഷധ്യം എന്നിലേക്ക് പറഞ്ഞു വന്നത് ആരാ? അതെന്താന്ന് വെച്ചാൽ അമ്മ വീട്ടിൽ വന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിലാക്കിയിട്ടില്ല വരില്ലായിരുന്നു. മനസ്സിലായോ? ഇത് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകര് നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവരത് പഠിക്കുന്നുണ്ട്, പക്ഷെ അവര് ദൈവവചനം പഠിക്കില്ല. കാരണം രക്ഷിക്കപ്പെടാതെ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ കയറുകയില്ല. അപ്പോൾ ഇപ്പോൾ അവരെന്താ നോക്കുന്നത്? അവര് നോക്കുന്നത് നിങ്ങളെയാണ്. കേട്ട് അത് ഗ്രഹിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കില്ല, പക്ഷെ കണ്ട് അതുപോലെ ചെയ്യാനുള്ള കഴിവാണ് ആർക്കുള്ളത്? കുഞ്ഞുങ്ങൾക്കുള്ളത്. നിങ്ങൾ സഭായോഗങ്ങളിൽ വരാതിരിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുകയും നിങ്ങൾ സ്തോത്രം ചെയ്യാതിരിക്കുകയും നിങ്ങൾ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു നടക്കുകയും നിങ്ങൾ എല്ലാ മീറ്റിങ്ങിനും അന്നന്ന് കുട്ടികളെ പഠിപ്പിക്കും, നിങ്ങൾ മീറ്റിങ്ങുകൾക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ അത് പഠിച്ചു വെച്ചു. മനസ്സിലായോ? അവരുടെ ജീവൻ നശിപ്പിച്ചതാരാ? ആരാ? സൺഡേ സ്കൂൾ അധ്യാപകരുടെ. കുട്ടികളെ ആരെങ്കിലും ഉപദേശിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ ജീവിതം എന്ത് ചെയ്യണം? അങ്ങനെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കും. നാളെ തൊട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കുഞ്ഞുങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ചെറിയൊരു ആലോചന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ അത് ചിന്തിപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ സൺഡേ സ്കൂളിന്റെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പിന്നെ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടും സന്തോഷിച്ചവരോടും ഉള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. നാം പാട്ടുപ്രമാണമാകട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂൾ പഠിക്കാൻ ദൈവം സഹായിച്ചു. അതിനോടനുബന്ധിച്ച് അവർക്ക് എക്സാം നടത്താനിടയായി. അതിൻ്റെ റിസൾട്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. പ്രത്യേകം പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ക്യാഷ് പ്രൈസ് ഉണ്ടാകുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ ടീച്ചേഴ്സ് സമ്മാനം കൊടുക്കാനായിട്ട് ജിജോ ആദ്യമേ ടീച്ചേഴ്സിന്റെ പേര് പറയാം. അത് ആ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളുടെ ലിസ്റ്റാണ് പറഞ്ഞു പോകുന്നത്. ക്ലാസ് ടീച്ചർ സജിനി, ഫസ്റ്റ് പ്രൈസ് ഒലിവിയ.
2 ഫസ്റ്റ് ആണത്. ഒന്ന് ഒലീവിയ, ഒന്ന് എയ്ഡൻ. അടുത്തത് ക്ലാസ് ടീച്ചർ മേബിൾ, ഫസ്റ്റ് പ്രൈസ് ഷെർവിൻ. സെക്കൻഡ് പ്രൈസ് ജുവൽ വന്നിട്ടില്ല. തേർഡ് പ്രൈസ് ജെയ്ഡൻ. അടുത്തത് ക്ലാസ് ടീച്ചർ ഷീന, ഫസ്റ്റ് പ്രൈസ് ആൻഡ്രൂ. സെക്കൻഡ് പ്രൈസ് ഷേറ. തേർഡ് പ്രൈസ് സോന. അടുത്തത് ക്ലാസ് ടീച്ചർ സാം, ഫസ്റ്റ് പ്രൈസ് സ്നേഹ. രണ്ട് ഫസ്റ്റ് ഉണ്ട്. ഒന്ന് സ്നേഹ, ഒന്ന് ബെനറ്റ്. അടുത്തത് ക്ലാസ് ടീച്ചർ സന്തോഷ്, ഫസ്റ്റ് പ്രൈസ് ആരോൺ സന്തോഷ്. സെക്കൻഡ് പ്രൈസ് വിദ്യ. അടുത്തത് പ്രോത്സാഹന സമ്മാനമാണ്. ആരോൺ രജി. ഹെപ്സിബ. ആൻഡിയ. എഡ്വിൻ.